ദുബായ് അൽ മക്തൂം വിമാനത്താവളം 2032 പൂർണ്ണമായി പ്രവർത്തനം ആരംഭിക്കും. 13 ബില്യൺ ദിർഹത്തിന്റെ കരാറുകൾ വിവിധ കമ്പനികൾക്ക് നൽകി. വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങൾ സുസ്ഥിര സാമ്പത്തിക വളർച്ചയ്ക്ക് വഴിയൊരുക്കുമെന്ന് ദുബായ് കിരീടാവകാശി ഷെയ്ഖ് ഹംദാൻ പറഞ്ഞു. ദുബായ് അൽ മക്തൂം വിമാനത്താവളം 2032 പ്രവർത്തനം ആരംഭിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. 55 ബില്യൺ ദിർഹത്തിലധികം മൂല്യമുള്ള കരാറുകൾ ഉടൻ വിവിധ കമ്പനികൾക്ക് നൽകും. 13 ബില്യൺ ദിർഹത്തിലധികം മൂല്യമുള്ള കരാറുകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാന ഘട്ടം പൂർത്തിയാകുമ്പോൾ പ്രതിവർഷം 260 ദശലക്ഷത്തിലധികം യാത്രക്കാരും 12 ദശലക്ഷം ടൺ എയർ കാർഗോയും ഉൾപ്പെടുന്ന ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമയാന കേന്ദ്രമായി അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം മാറും. 5 സമാന്തര റൺവേകൾ, 2 പാസഞ്ചർ ടെർമിനലുകൾ, 430ലധികം എയർക്രാഫ്റ്റ് സ്റ്റാൻഡുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 7 ഇടനാഴികൾ, 430ലധികം എയർക്രാഫ്റ്റ് സ്റ്റാൻഡുകളുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന 7 ഇടനാഴികൾ എന്നിവ വിമാനത്താവളത്തിൽ ഉണ്ടായിരിക്കും. സംയോജിത ഓട്ടോമാറ്റിക് പീപ്പിൾ മൂവർ സംവിധാനവും വ്യോമ, റെയിൽ, റോഡ് ഗതാഗത ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന തടസ്സമില്ലാത്ത മൾട്ടി മോഡൽ കണക്ടിവിറ്റിയും ഇതിൽ ഉൾപ്പെടും. വ്യാപാരം, ടൂറിസം, ലോജിസ്റ്റിക്സ്, അന്താരാഷ്ട്ര കണക്ടിവിറ്റി എന്നിവയ്ക്കുള്ള ഒരു പ്രമുഖ ആഗോള കേന്ദ്രമെന്ന നിലയിൽ ദുബായിയുടെ സ്ഥാനം മക്തൂം വിമാനത്താവളം ശക്തിപ്പെടുത്തും. ദുബായ് സാമ്പത്തിക അജണ്ടയായ D33യുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനുള്ള ഒരു പ്രധാന ഘടകമായി അൽ മക്തൂം അന്താരാഷ്ട്ര വിമാനത്താവളം മാറുമെന്ന് ദുബായ് ഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ വ്യക്തമാക്കി. സാമ്പത്തിക സുസ്ഥിരത ശക്തിപ്പെടുത്തുന്നതിനുള്ള ദുബായ് സർക്കാരിന്റെ തന്ത്രത്തിന്റെ ഒരു പ്രധാന സ്തംഭമാണ് വിമാനത്താവളമെന്ന് ദുബായ് ഫിനാൻസ് ഡയറക്ടർ ജനറൽ അബ്ദുൾ റഹ്മാൻ സാലിഹ് അൽ സാലിഹ് പറഞ്ഞു. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.